ഒരുപാട് കാര്യങ്ങൾ മനസ്സിലൂടെ പറയാനുണ്ട്. എത്ര പറഞ്ഞാലും തീരാൻ പറ്റാത്തത്രയും സാധനങ്ങൾ കയ്യിലുണ്ട്. പക്ഷേ അതൊക്കെ ഇനി എപ്പോഴെങ്കിലും. പക്ഷെ ഞാൻ ഇന്നൊരു വളരെ ചെറിയ ഒരു കാര്യം, എന്നാ എന്താണ്, ചിലപ്പോൾ സീരിയസ് ആയി പോവുമായിരിക്കും. ചിലപ്പം എനിക്കറിയത്തില്ല, ലൈറ്ററാണോ അതോ അതൊരു ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിനും ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്ത് എൻ്റെ കാര്യങ്ങൾ ഞാൻ കുറേ പെട്ടെന്ന് ചിന്തിച്ചു. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം എനിക്ക് നിങ്ങളോടൊന്ന് ഒന്ന് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി. അത് ഈ ഒരു ടൈമിൽ അത് ഒരു ലെവലിലേക്ക് പോകുമോ എന്ന് ഒരു സംശയമെങ്കിലും ഷെയർ ചെയ്യുവാണ്, ഒരു ചെറിയൊരു വീഡിയോ വെച്ചിട്ട്. മാം വല്ലവരോടും പിണങ്ങിയിരിക്കുക. അപ്പച്ചനങ്ങനെ ആരോടും മിണ്ടാറില്ല. People like us don't go out at night. ഒളിവർ ട്വിസ്റ്റിലെ വരികളാണല്ലോ, അതാണോ ഇഷ്ടപ്പെട്ട നോവൽ? കൂടുതൽ ഞാനത് കൂടുതലോട്ട് പോകുന്നില്ല. ഈ ഒരു കഥ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അറ്റ് ഹോം എന്ന് പറയുന്ന ഒരു സിനിമ, ഭയങ്കര വലിയ നല്ല ഒരു സിനിമയാണ്. ആ സിനിമയിലെ ക്ലൈമാക്സിൽ ഒരു സീനാണ്. ആ സീനിൽ ഈ ലേഡി എന്ത് പറയുന്നത്, ഇവരുടെ ജീവിതം രക്ഷിച്ച വ്യക്തിയാണ് പിന്നെ ഇദ്ദേഹം ഇന്ദ്രൻസ് അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ പിന്നെ പറയാം. അപ്പം ആ കഥാപാത്രത്തിനെ കാണാനായിട്ട് അവർ വരുന്നതാണ്. അവർ വന്ന് കണ്ട്, അപ്പം അദ്ദേഹത്തിനെ കാണാൻ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അറിയാമല്ലോ ഇവരുടെ ജീവിതം രക്ഷപ്പെട്ടു. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പഴയ കാലമാണെന്ന് രക്ഷയില്ല. പക്ഷെ അന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ വ്യക്തി അന്ന് ബാലനാണ്, അവന് 16 വയസ്സ് പ്രായമേ ഉള്ളൂ. അവൻ ഇങ്ങനെ തടാകത്തിലൂടെ പിന്നെ നമ്മുടെ പായസമൊക്കെ ഉണ്ടാക്കുന്ന ഉരുളിയിൽ ഈ അമ്മയും കുഞ്ഞിനെയും വെച്ച് വെള്ളത്തിലൂടെ തള്ളി, അപ്പം ആന വരുന്നതും ആനയുടെയൊക്കെ ഇടയിൽ കൂടെയൊക്കെ ഈ കുഞ്ഞിനെ ഈ അമ്മയെ രക്ഷപ്പെടുത്തി, പിന്നെ ഡ്രൈവിങ് അറിയാതെ ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു, ഇവരെ രക്ഷപ്പെടുത്തുന്നു. അപ്പം ഈ ഒരു കാര്യം ഇയാൾ പല പ്രാവശ്യം ഇയാളുടെ ഭാര്യയോടും മക്കളോടും ഒക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പം അതുപോലെ തന്നെ അതൊരു കാര്യം. അപ്പം അങ്ങനെ രക്ഷിച്ച ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയെ. പിന്നെ ഇവരവരുടെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പം ഇവരിപ്പോൾ ഈ പറയുന്ന ഒരു സീനുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിനെ കാണാൻ വന്നതാണ് എന്ന് പറയുന്നുണ്ട് ഈ ഒരു സീനിൽ. അപ്പം ഈ സീനിൽ നമ്മൾ കാണുന്നത് അച്ഛനാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. ഈ അച്ഛനെന്ന് പറയുന്ന കഥാപാത്രം ആ വീട്ടിൽ ആദ്യം തൊട്ട് അവസാനം വരെ കഥയിലുടനീളമുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ പ്രായമായ അച്ഛൻ. അദ്ദേഹം അവിടെ ഇരുന്ന് മൂത്രം ഒഴിക്കും. അദ്ദേഹത്തെ അപ്പം എന്താ പറയുക, അവിടെ കിടക്കുന്ന ഷർട്ട്, ഇദ്ദേഹം ഷർട്ടൊക്കെ എടുത്ത് മോൻ്റെ ഷർട്ട് എടുത്ത് വേസ്റ്റ് തുണിയാണെന്ന് ഓർത്ത് ആ അച്ഛൻ്റെ മൂത്രമൊക്കെ തുടയ്ക്കുന്ന രംഗങ്ങളൊക്കെ ആ ഒരു സിനിമയിലുണ്ട്. അപ്പം ഈ അച്ഛൻ എപ്പോഴും ഒരു ടൈപ്പ് റൈറ്റിംഗ് മെഷീനുണ്ട്, അതിലിരുന്ന് ടൈപ്പ് ചെയ്യും. അതിൻ്റെ രസാവഹമായ കാര്യം എന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ മഷിയില്ല. ഒരിക്കലും ആർക്കും അദ്ദേഹത്തിന് അതിന് വേണ്ടി റിബൺ മേടിച്ച് കൊടുക്കണമെന്നും തോന്നിയിട്ടില്ല. അദ്ദേഹം എപ്പോഴും ഇരുന്ന് ഭയങ്കര ടൈപ്പ് ചെയ്യും, എന്തൊക്കെയോ കാര്യങ്ങൾ പതുക്കെ സംസാരിക്കും. ഒരിക്കലും അധികം ആരുമായിട്ട് പ്രായമായ അച്ഛനാണ്, അവിടെ അച്ഛനും മക്കളും ഒക്കെ ജീവിച്ചിരിക്കുന്നു എന്നല്ലാതെ ഒരു ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള ഒരു ടോക്കും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. അപ്പം ഈ ലേഡി, ഈ ഒരു കോണ്ടസ്റ്റ് മാത്രം ഞാൻ പറയണം. അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ കോണ്ടസ്റ്റിലേക്ക് ഞാൻ വരുവാണ്. ഈ ഒരു കോണ്ടസ്റ്റിൽ അച്ഛനാണല്ലേ പിന്നെ എന്താണ് അപ്പം എന്താണെന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ഇന്ദ്രൻസ് പറയുന്ന ഒരു കാര്യം, അച്ഛനങ്ങനെ ആരോടും മിണ്ടാറില്ല, അച്ഛനങ്ങനെ ഒന്നും സംസാരിക്കാറില്ല. കാരണം പുള്ളി എപ്പോഴും ഇങ്ങനെ പിറുപിറുത്ത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായമൊക്കെ പറയും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ. അച്ഛനൊന്നും മിണ്ടാറില്ല എന്ന് പറയുമ്പം ഉടനെ ഇദ്ദേഹം 2-3 വരികൾ പറയും. അത് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു കഥയിൽ, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് കുഞ്ഞിലെ, നോവലിൽ ഒരു വളരെ പ്രധാനപ്പെട്ട 2-3 വരികളാണ് പറയുന്നത്. അപ്പോൾ അത് കേട്ടുകൊണ്ട് ഇവർ പറയുന്നതാണ്, അത് ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന നോവലിലെ വരികളല്ലേ അത് എന്ന് പറയുമ്പം ഇന്ദ്രൻസിൻ്റെ മുഖത്ത് പെട്ടെന്നൊരു ഞെട്ടലും ഒരു ഇങ്ങനെ ഭയങ്കര ഒരു ഇതായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. എന്താണെന്നറിയാമോ, അയാളുടെ പേര് ഒലിവർ ട്വിസ്റ്റ് എന്നാണ്. അതായത് അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് അച്ഛൻ എനിക്കിട്ടതെന്ന് അയാൾ അന്നാണ് അറിയുന്നത്.
എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ, അമ്മയുടെ ഒരു സാഹചര്യത്തിൽ അമ്മ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാമമാണ് എനിക്കിട്ടതെന്ന് ഞാൻ അറിയുന്നത് അയാളുടെ 60കളിലാണ്. എന്നിട്ട് അപ്പം ഈ അച്ഛൻ അച്ഛൻ ഭയങ്കര വലിയ വായനക്കാരനും അദ്ദേഹം എഴുതുകയൊക്കെ ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഭൂതകാലം, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം കഴിഞ്ഞ ദിവസം ധന്യമ്മ പറഞ്ഞപ്പോഴും ഒക്കെ പലരും പറയുമ്പം നമ്മൾ ഒരിക്കലും നമ്മളുടെ ഭൂതകാലത്തിന് നമ്മുടെ ഇപ്പോഴുള്ള ജീവിച്ചിരിക്കുന്ന നമ്മുടെ വീട്ടിലെ ഭർത്താവിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കാണെങ്കിലും ഒന്നും നമുക്കറിയത്തില്ല. അപ്പം എൻ്റെ പേര്, അപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ പേരിൻ്റെ ഒരു കഥയെന്ന് വേണമെങ്കിൽ അതും പറയാം. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അമ്മ എന്താ അമ്മ, കുഞ്ഞിലെ ഞാൻ ചോദിച്ചു, ഇപ്പോഴൊന്നുമല്ല ചെറുതിലെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അമ്മ എന്താ അമ്മ എന്നെ സിന്ധു എന്ന് പേരിട്ടെ എന്ന് ചോദിച്ചു. സിന്ധു എന്ന് പറഞ്ഞാൽ അപ്പം അമ്മ പറഞ്ഞു, നിങ്ങളെല്ലാവരും ചോദിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ പറഞ്ഞത് കേട്ടോ. അമ്മ എന്തിനാ അമ്മ എന്നെ, കുറേ പേരുകളില്ലേ, എന്തിനാ അമ്മ എന്നെ സിന്ധു എന്ന് പേരിട്ടെ? അപ്പം അമ്മ എന്നോട് പറഞ്ഞു, അമ്മയുടെ അന്നത്തെ അവസ്ഥ, 4ാമത്തെ പെൺകുട്ടിയാണ് ഞാൻ. എൻ്റെ അച്ഛന് അന്ന് എൻ്റെ അമ്മയെ കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛന് ബോംബെയിലായിരുന്നു ജോലി. അത് കഴിഞ്ഞ് ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഞാൻ ഉണ്ടാകുന്ന സമയത്ത് അമ്മയ്ക്ക് അച്ഛൻ എവിടാണെന്ന് പോലും അറിയത്തില്ല. കാരണം അച്ഛൻ ജോലി തേടി ബോംബെയിലാണ്. എന്നെ കാണാൻ അച്ഛൻ വരുന്നത് ഏകദേശം എന്നെ പ്രസവിച്ച് ഒരു 2 വയസ്സൊക്കെ ആകാറാവുമ്പോഴാണ് അച്ഛൻ അതായത് ഞങ്ങളെ കാണാനായിട്ട് പിന്നീട് വരുന്നത്. അപ്പം അതൊരു ഭാഗം. അപ്പം എന്നെ പ്രസവിക്കുന്ന സമയത്ത് എന്നെ അച്ഛൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പം അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയുക, 4ാമത്തതും പെൺകുട്ടിയായി. അപ്പം കുടുംബത്തിലുള്ള ആൾക്കാരുടെയൊക്കെ ഒരു സമീപനം അറിയാമായിരിക്കുമല്ലോ. അന്നത്തെ ഒരു കാലത്തിൽ ഒരു നായർ കുടുംബത്തിൽ ഒരു 4ാമത്തെ കുഞ്ഞും പെൺകുഞ്ഞാണ്. ഭർത്താവിന് ജോലിയില്ല, ഭർത്താവ് വീട്ടിലേക്ക് വരുന്നുമില്ല, ഭാര്യയും മക്കളെ അന്വേഷിക്കുന്നുമില്ല. അപ്പോൾ ഈ കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ മടി വെച്ചോണ്ട് അമ്മ പറയാ, ഈ കുഞ്ഞിനെ പ്രസവിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല, ഈ കുഞ്ഞിനെ എടുത്ത് മടി വെച്ചിട്ട് ഞങ്ങളുടെ ഇടനാഴികയുടെ ചവിട്ടുപടിയിൽ ഈ കുഞ്ഞിനെയും വെച്ചിട്ട് ഇങ്ങനെ അമ്മ ഇരിക്കുക. അപ്പോൾ ഉള്ളിലൊരു സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സങ്കടമുണ്ട്, ദൈവമേ ഇതും പെൺകുഞ്ഞായി പോയല്ലോ. എന്നിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട്, എന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരിക്കലും അമ്മ ആണാകണേന്ന് പ്രാർത്ഥിച്ചിട്ടില്ല, ദൈവമേ കയ്യും കാലും ബുദ്ധിയുറപ്പുള്ള ഒരു കുഞ്ഞുണ്ടാവണേ എന്ന് മാത്രമേ. കാരണം അന്ന് അമ്മയുടെ ഭക്ഷണം അങ്ങനെയാണ്, അമ്മയ്ക്ക് ആരും ഒന്നും മേടിച്ചു കൊടുക്കാനോ, അമ്മുമ്മയുണ്ട് വീട്ടിൽ ഇഷ്ടം പോലെ സ്വത്തുണ്ട്, ഇഷ്ടം പോലെ സ്വത്തും അറ നിറച്ച് നെല്ലും പറമ്പി നിറച്ച് തേങ്ങയും ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ എൻ്റെ അമ്മ ഒരുപാട് റെസ്ട്രിക്ഷൻസിലാണ് വളർന്നത്. അമ്മയ്ക്കൊന്നും ആരും കൊടുക്കത്തില്ല. എൻ്റെ അമ്മൂമ്മയാണേലും ഭയങ്കര കാർക്കശമായിരുന്നു. കാരണം നഷ്ടപ്പെട്ടു പോകരുതെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. എൻ്റെ അച്ഛനോടും ഒക്കെ ഭയങ്കര റിജിഡായിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞു, നിന്നെ ഇങ്ങനെ എടുത്ത് മടി വെച്ചുകൊണ്ട് ഞാൻ ആ ഇടനാഴികയുടെ ചവിട്ടുപടിയിലിരിക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചിട്ട് ആ ചുമന്ന രശ്മികൾ വന്നിട്ട് നിൻ്റെ മുഖത്ത് ഇങ്ങനെ വീഴുമ്പോൾ ഞാൻ കരഞ്ഞോണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാനിങ്ങനെ മടി വെച്ചിട്ട് ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞാനിട്ട പേരാണ്. അപ്പം എൻ്റെ മനസ്സിൽ വന്ന പേരാണ് സിന്ദൂര രശ്മി. എൻ്റെ പേര് ശരിക്കും സിന്ദൂര രശ്മി എന്നായിരുന്നു എൻ്റെ പേര്. അത് അമ്മ മാത്രമേ എന്നെ വിളിച്ചിട്ടുള്ളൂ, വേറെ ആരും വിളിച്ചിട്ടില്ല. ഇപ്പോഴും എന്നെ കളിയാക്കി അമ്മ വിളിക്കും. ഇപ്പം ഞാൻ ഫോൺ വിളിക്കുമ്പോഴും അമ്മ എന്നെ ആ പേര് വിളിക്കും. പക്ഷെ പിന്നെ സ്കൂളിൽ കൊണ്ടുചെന്നപ്പം സാറ്, അന്ന് പണ്ടത്തെ കാലത്തൊക്കെ സാറന്മാരാണ്, സ്കൂളിലെ ഹെഡ് മാഷാണ് പലർക്കും പേരിട്ടിരിക്കുന്നത്. അപ്പം കൊണ്ടുചെന്നപ്പോൾ അവിടുത്തെ സാറ് അമ്മയോട് അമ്മ പറഞ്ഞു, എന്താ കുഞ്ഞിൻ്റെ പേര്? സിന്ദൂര്. ഈ ഊപ്രാച്ചി കുഞ്ഞിന് സിന്ദൂര രശ്മിയോ? അത് എന്തൊരു പേരാടി, SLC ബുക്കിൽ ഒരു ലൈൻ വേണമല്ലോ പേരെഴുതാൻ. അതൊന്നും വേണ്ട, ഒന്നെങ്കിൽ സിന്ധു എന്നിടാം അല്ലെങ്കിൽ രശ്മി എന്നിടാം. അപ്പം എൻ്റെ മാമൻ്റെ മോളുടെ പേര് രശ്മി എന്നായിരുന്നു. അതുകൊണ്ട് അമ്മ പറഞ്ഞ് എന്നാൽ പിന്നെ അവൾക്ക് സിന്ധു എന്നിടാം സാറേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സിന്ധു ആയി. അപ്പം അത് ഇന്നും എൻ്റെ മനസ്സിൽ അത് ഭയങ്കര തീവ്രമായ ഒരു വിഷമമാണ്. എന്താണെന്നറിയാമോ, എൻ്റെ അമ്മ എനിക്കിട്ട പേരും അമ്മയുടെ അന്നത്തെ സാഹചര്യവും. ഒരു പക്ഷേ അത് ഞാൻ അന്ന് ചെറുതിലേ അറിഞ്ഞതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് ഇത്രയും ശക്തമായിട്ട് ഞാൻ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മയുടെ ആ കണ്ണീരിൽ കുതിർന്ന് എനിക്ക് കിട്ടിയ ആ പേരാണ്. അപ്പം നമ്മൾ ഓർക്കും, വെറുതെ ഒരു അശ്വതി, വെറുതെ ഒരു രഹേന, വെറുതെ ഒരു ജസീനയ്ക്ക് പകരം അതിനൊക്കെ അപ്പുറത്ത് ആ പേരിലേക്ക് അവരെത്തിച്ചേർക്കാൻ,
എത്തിച്ചേരാനായിട്ട്. ചിലപ്പോൾ ഒരു സന്തോഷമായിരിക്കും. എൻ്റെ ചേച്ചിയുടെ പേര് ശുഭ എന്നാണ്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് അമ്മ എന്താ ശുഭ? അമ്മ പറഞ്ഞ് ശുഭം, തീർത്തു. ഇനി എന്തായാലും ഒരു കുഞ്ഞിനെ എനിക്ക് വേണ്ട, ഇത് ബൈ മിസ്റ്റേക്കാണ്. അപ്പം ഞാൻ കുഞ്ഞിനെ വഴക്കിടുമ്പോഴൊക്കെ ഞാൻ അതും പറയുമായിരുന്നു അമ്മേൻ്റെ അടുക്ക്. ശുഭം കൊണ്ട് നിങ്ങൾ നിങ്ങൾ എന്നെ ബൈ മിസ്റ്റേക്ക് അല്ലേ ഞാനെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ ഒരു സ്ത്രീയുടെ നിസ്സഹായാവസ്ഥയും, എങ്കിലും അമ്മ പറയാണ് എൻ്റെ കുഞ്ഞ് ഉന്നതങ്ങളിൽ എത്തുമെന്നും. പിന്നീട് അമ്മ തന്നെ മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ട്, അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മ കുഞ്ഞിലേ പറഞ്ഞ കാര്യമാണ്. അന്ന് ഞാൻ ആ കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് എൻ്റെ മടിയിൽ വെച്ചിട്ട് ആ കുഞ്ഞിന് എനിക്ക് എൻ്റെ അരയിൽ കെട്ടാൻ ഒരു കറുത്ത ചരട് പോലും മേടിക്കാൻ എൻ്റെ അമ്മയുടെ പൈസ ഇല്ലായിരുന്നു. എനിക്ക് കരിവള ഇട്ട് തരാൻ എൻ്റെ അമ്മയുടെ പൈസ ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോഴും നിങ്ങൾ വിചാരിക്കണം, ഈ ദാരിദ്ര്യമല്ല എൻ്റെ അമ്മയുടെ അവസ്ഥ. എൻ്റെ അമ്മയ്ക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ അമ്മയെ ജോലിക്ക് വിട്ടിട്ടില്ല. മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ട് വന്നതാണ്, അപ്പോഴും വിട്ടില്ല. അപ്പോൾ അമ്മ എന്താ പറഞ്ഞതെന്നറിയാമോ? അമ്മ എന്നോട് പറഞ്ഞതാ, പെൺകുഞ്ഞാണെങ്കിലും ആൺകുഞ്ഞിൻ്റെ പ്രയോജനം ചെയ്തെങ്കിലോ. പറഞ്ഞ മനസ്സിലായ? പെൺകുഞ്ഞാണെങ്കിലും ആണിൻ്റെ പ്രയോജനം അന്ന് ആ കുഞ്ഞു പ്രായത്തിൽ ഞാൻ തീരുമാനിച്ചത് എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു ആൺകുഞ്ഞായിരിക്കും. ഏറെക്കുറെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ചേച്ചിമാർക്ക് എല്ലാവർക്കും ഞാനൊരു ആൺകുഞ്ഞിനെ പോലെയാണ് ജീവിച്ച്. ഇന്നിപ്പോൾ എന്നോട് ചിലപ്പോഴും റേന മാഡം ചോദിക്കത്തില്ല, എന്താ മാം ഇങ്ങനെ? ഞാൻ അങ്ങനെ ആയത് എൻ്റെ അമ്മയുടെ ആ ഒരു നിസ്സഹായാവസ്ഥയിൽ നിന്നാണ്. ഞാൻ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ്. പക്ഷെ അപ്പോഴും ഞാൻ തളർന്നിട്ടില്ല, ഒരു പോളം ഞാൻ തളർന്നിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ ആയത് തീയിൽ കുരുത്തതല്ലേ, വെയിലത്ത് വാടാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉണ്ടാവണം അല്ലേ? അപ്പോൾ ഈ ഒരു വാക്കിന്ന് കേട്ടപ്പോൾ ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവലും ആ നോവലിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിൻ്റെ പേരായിരുന്നു. അപ്പോൾ ഈ ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന പേരിൽ ഇയാൾ ഒരുപാട് നാണം കെട്ടിട്ടുണ്ട്, ഒരുപാട് പേര് ഇയാളെ കളിയാക്കിയിട്ടുണ്ട്. വേറെ ലോകത്തെങ്ങും ഒരു പേരില്ലാഞ്ഞിട്ടൊരു പേര്, ഇയാളുടെ അച്ഛൻ എന്താ വട്ടനാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള അതൊക്കെ ഈ ഒരു സിനിമയിൽ നടന്നു പോകുന്നുണ്ട്. സ്വന്തം മക്കൾ പോലും അച്ഛനെ ഈ പേര് പറഞ്ഞ് കളിയാക്കുന്നതൊക്കെയുണ്ട്. പക്ഷെ ആ ഒരു റിയലൈസേഷൻ അയാൾക്ക് കൊടുക്കുന്ന ഒരു അമ്പരപ്പും, ആ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിനെയാണോ അച്ഛൻ എന്നിൽ കാണാൻ ശ്രമിച്ചത്? അത്ര ആ ഒരു ധീരനും, ഒലിവർ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത്രയും ധീരനും ഒരുപാട് സങ്കടങ്ങളിൽ നിന്ന് കരകയറി വന്ന ഒരു വ്യക്തിയാണ് ഒലിവർ ട്വിസ്റ്റ്. അപ്പം ആ ഒരു കഥാപാത്രത്തിന് പേരിട്ടത് എൻ്റെ കുഞ്ഞും അതുപോലെ സാഹസങ്ങളിലൂടെ അവൻ നാളെ അറിയപ്പെടും എന്ന് അച്ഛൻ വിചാരിച്ചിരുന്നു. ആ ഒരു തിരിച്ചറിവ് ആ സായാഹ്നത്തിൽ അറിഞ്ഞപ്പോഴുള്ള മകൻ്റെ ആ ഒരു സന്തോഷവും സങ്കടവും ഞാൻ ഇപ്പോഴാണല്ലോ എൻ്റെ അച്ഛനെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. എൻ്റെ അച്ഛൻ്റെ സ്നേഹത്തിന് ഞാൻ ഇപ്പോഴാണല്ലോ എനിക്ക് കാണാൻ പറ്റിയത് എന്നൊക്കെയുള്ള ഇത്. അപ്പം ആ ഒരു വാക്ക്, ആ ഒരു നോട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം. ഞാൻ നിങ്ങളെ സങ്കടപ്പെടുത്തിയോ എന്ന് എനിക്കറിയത്തില്ല, സോറി, സങ്കടപ്പെടുത്തിയെങ്കിൽ. താങ്ക് യു.